ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും. അവരെ നമ്മൾ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. രാജ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. അധ്യാപകന് നേരെ ആക്രോശിച്ചെടുത്ത പാലക്കാട് ആനക്കര സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ 16 വയസ്സുകാരനടക്കം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷാഭരിതമായ വാക്കുകളോട് നീതി പുലർത്താനാകാത്തത് എന്തുകൊണ്ടാണ്? പുത്തൻ സംസ്കാര ശൂന്യതയ്ക്കിടയിൽ അഴുകിദ്രവിക്കുന്നത് അവരുടെ മാത്രം ഭാവിയാണ്. താമരശ്ശേരിയിൽ കിടപ്പിലായ ഉമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ ആഷിഖും 16 വയസ്സുള്ള ആനക്കരയിലെ വിദ്യാർത്ഥിയും കൗമാരത്തിന്റെ തിരുവസ്ത്രത്തിനുള്ളിൽ കാടത്തത്തിന്റെ പ്രാകൃത ശേഷിപ്പുകൾ ഒളിപ്പിച്ചു വെച്ചവരാണ്. അവരെ അതിലേക്ക് നയിച്ചതാകട്ടെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രണത്തിനതീതമായി പോയ സാമൂഹിക പശ്ചാത്തലവും. താമരശ്ശേരിയിൽ ആഷിഖ് ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ആനക്കരയിലെ വിദ്യാർത്ഥി യുവതയുടെ മനോനിലയെ നിയന്ത്രിക്കാൻ ഉതകുന്ന മൊബൈൽ എന്ന മറ്റൊരു ലഹരിക്ക് അടിമപ്പെടുന്നു. ഭാഷയും ദേശവും സംസ്കാരവും വിഭിന്നമായിരിക്കുമ്പോഴും സമീപനം സമീപകാലത്തെ അക്രമ സംഭവങ്ങൾക്ക് ഒരേ മുഖച്ഛായ നൽകുന്നു എന്നതാണ് ആശങ്ക. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ തനിച്ചായി പോകുന്ന ഓരോ മനുഷ്യനും അവന്റെ ഉള്ളം കയ്യിൽ കരുതിയ കുഞ്ഞു ചതുരപ്പെട്ടി അതിന്റെ സാധ്യതകളെ തിരയുമ്പോൾ 4 വയസ്സുകാരനും 40 വയസ്സുകാരനുമൊക്കെ പരസ്പരമുള്ള കരുതലും സ്നേഹവും അവിടെ വിസ്മരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതിന് വില നൽകേണ്ടി വരുന്നതാകട്ടെ ഒരു സമൂഹത്തിന്റെ മുഴുവൻ മാനസികാവസ്ഥയും പരസ്പരാശ്രയത്വവുമാണ്. ആനക്കരയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന്റെ കണ്ണുകളിൽ കണ്ട നിസ്സംഗതയും നിസ്സഹായതയും ഇനിയൊരു ഗുരുവര്യനും നേരിടാതിരിക്കട്ടെ. ഗുരുവേ മാപ്പ് എന്ന 2 വാക്കുകൾക്ക് രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കാൻ കഴിയട്ടെ.